PSG ആർസണൽ മത്സരം ആരായിരിക്കും ഫൈനലിൽ ഇന്റർ മിലാനിനെ ഫേസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയില്ല. കുറച്ച് അപ്പർ ഹാൻഡ് ആയിട്ട് നിൽക്കുന്നത് PSG തന്നെയാണ്. പക്ഷേ ഇതിനിടയിലും ഒരു അന്ധവിശ്വാസം ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഫൈനൽ നടക്കാൻ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാലോ, മ്യൂണിക്കാണ്. ഈ മ്യൂണിക്കിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ള ഒരു 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 അന്ധവിശ്വാസം അല്ലെങ്കിൽ മ്യൂണിക് കേഴ്സ് എന്നറിയപ്പെടുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ടീം അവിടെ ട്രോഫി ലിഫ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സാമ്പിൾ പറയുന്നതിന് മുമ്പ് വേറൊരു സംഭവം പറയാം കേട്ടോ. ഇന്നു മുതൽ പോഡ്കാസ്റ്റ് മൂഞ്ചിയതായി അറിയിച്ചിരിക്കുന്നു. അതിനേക്കാളും നല്ലൊരു കമൻറ്റ് എന്ന് പറയുന്നത് ഇന്നു മുതൽ റയൽ മാഡ്രിഡ് ഫാൻസ് സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും. ഇനി വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ യെസ്, അപ്പോൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1979 മ്യൂണിക്കിൽ നടന്ന സമയത്ത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആണ് ആദ്യമായിട്ട് ട്രോഫി എടുത്തത്. അതുപോലെ തന്നെ 1993 ആദ്യമായിട്ട് ഒളിമ്പിയ മാർസേയും അവിടെ നിന്ന് തന്നെയാണ് ട്രോഫി എടുത്തത്. 1977 ബൊറൂസിയ ഡോർമുണ്ടും അവിടെ നിന്ന് തന്നെയാണ് എടുത്തത്. 2012 ചെൽസിയും അവിടെ നിന്ന് തന്നെയാണ് അവരുടെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് ട്രോഫി പൊക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ അന്ധവിശ്വാസങ്ങൾ റിയൽ ലൈഫിലായാലും ശരി ഫുട്ബോളിലാണെങ്കിലും ശരി വലിയ രീതിയിൽ വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ എന്നാലും ഇങ്ങനൊരു മ്യൂണിക് കേഴ്സ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയൂ. എന്താണ്, നിങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടെ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ആരായിരിക്കും ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യുക.